എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ യൂട്യൂബിൽ 3K സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോവാ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസത്തെ ഒരു വീഡിയോ കേട്ടോ. ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഉള്ള വീഡിയോ, പോകുന്ന അന്ന് എയർപോർട്ടിൽ വെച്ചെടുത്ത വീഡിയോ ആണ്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ കാലൊക്കെ വയ്യാതിരിക്കുന്നതുകൊണ്ട് സിക്ക് ലീവ് ആയതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുമല്ലേ, അന്നേരം ഇത് ഓൺ വോയിസ് ഒക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്യാമല്ലോ എന്ന് ഓർത്ത് എടുത്തതായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്നതിന് മുന്നേ ഞാനും പിള്ളേരും മാത്രമായിട്ട് പോയുള്ളൂ. ഡാഡിക്ക് അവധി കിട്ടിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ മൂന്നുപേരോടും പോയി. പെട്ടെന്ന് പോയിട്ട് വന്നൊരു കുഞ്ഞ് വെക്കേഷൻ ആയിരുന്നു കേട്ടോ. കാരണം അനിയത്തിമാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാലോ എന്ന് ഓർത്ത് പോയ വെക്കേഷനായിരുന്നു. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അച്ചുകുണ്ണ എന്തൊക്കെയോ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ആമിക്കുട്ടി അതിനോട് നടപ്പുണ്ടായിരുന്നു. അപ്പം പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൽ വെച്ചെടുത്ത വീഡിയോ കേട്ടോ. നമുക്കാണെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാണ് പോയത്. അപ്പം നമുക്ക് ഫുഡ് ആഡ് ചെയ്യുക കേട്ടോ ചെയ്തത്. അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. അതിന് കഴിക്കുമൊന്നുമില്ല. മേടിച്ച് കഴിഞ്ഞാലും ഇവരാരും കഴിക്കില്ല. ഇച്ചിരിയൊക്കെ തൊട്ട് നോക്കിയിട്ട് അവിടെ വയ്ക്കുകയുള്ളൂ. രണ്ടുപേരും കുറച്ച് കഴിച്ചുകൊണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വിശക്കുന്നുണ്ടായതുകൊണ്ട് ഞാൻ കഴിച്ചു കേട്ടോ. കബാബായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ എങ്ങനെയും നാട്ടിൽ ചെന്നാൽ മതി എന്നോർത്തുകൊണ്ടിരിക്കണം. അതിനിടയ്ക്ക് ആമിക്കുട്ടി ഉറക്കമായി കേട്ടോ. പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ എയർ ഇന്ത്യയിൽ നല്ല ഫുഡൊക്കെ ആയിരുന്നു. ചിലപ്പോൾ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഫുഡായിരിക്കും. അങ്ങനെ ഞങ്ങളെ കാത്ത് സച്ചിനങ്കളും കുഞ്ഞാൻ്റിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആമിക്കുഞ്ഞ് സച്ചിനങ്കളിനെ വിളിക്കുന്ന ദീദി എന്നാണ് കേട്ടോ. അത് തന്നെ അവളിട്ട പേരാ. അങ്ങനെ അവൾ പെട്ടെന്ന് അവരെ കണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ ഭയങ്കര സന്തോഷത്തോടുകൂടി നാട്ടിലെത്തി. അങ്ങനെ പിന്നെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അവസ്ഥ. പിറ്റേ ദിവസം തൊട്ട് കഴിപ്പ്. ഏത്തപ്പഴം മമ്മി രാവിലെ ഏത്തപ്പഴം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ചക്ക വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ചക്ക വറുത്തത് എടുത്തു വന്നു. പിന്നെ പറയണ്ട, പറമ്പിലേക്ക് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ സമയത്ത് ഏപ്രിൽ മെയ്യിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് വെക്കേഷൻ പോണത്. എപ്പോഴും ഒരിടയ്ക്ക് പോകുമായിരുന്നു. പിന്നെ എല്ലാം പോണത് അച്ഛൻ്റെ സ്കൂൾ അടയ്ക്കുന്ന ടൈമിലായിരുന്നു. ഇവിടെ എപ്പോഴും സ്കൂൾ അടയ്ക്കുന്നത് ജൂലൈയിലാണ്. ആ സമയത്തൊന്നും ഒന്നും കിട്ടില്ല. കാരണം എല്ലാം തീർന്ന് മഴ പിടിച്ച് ചക്കയൊക്കെ ആണെങ്കിലും ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന സമയമല്ലേ. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം കഴിച്ചു. ഇഷ്ടം പോലെ സാധനമാണ്. പറമ്പിലേക്ക് ഇറങ്ങിയാൽ മതി ചക്ക, മാങ്ങ. അപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ കഴിച്ചു മടുത്തു. ചക്ക, മാങ്ങ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ മമ്മി കപ്പ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. കപ്പയും മീൻകറിയായിരുന്നു. ഞാൻ ഓർക്കുന്നില്ല ശരിക്കും. കപ്പയും മീൻകറിയായിരുന്നു. പിന്നെ മാങ്ങാപ്പഴമൊക്കെ കഴിച്ച്